ഹലോ മക്കളെ, സലാം റോക്കി ബായ്സ് ആൻഡ് റോക്കി ബായ്സ് അത്തീസ്, അങ്ങനെയല്ലേ പറയാ? റോക്കി ബായ്സ് ബായ്, പെണ്ണുങ്ങൾക്ക് എന്താ പറയാ? ബായിയും ബഹനവും അല്ലേ? ഓക്കെ, റെഡി മക്കളെ. നോക്കടാ, ഇവിടെ മാത്സ് ആണടാ അല്ലേ? 4ാം ക്ലാസ്സിലെ മക്കളെ, മാത്സ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ? അടിപൊളിയടാ മക്കളെ. നേരെ നമ്മൾ പോവാണ്, കാർഡ് ഗെയിമാണ്. റെഡി. ഇവിടെ നോക്കൂ, ഇനി അടുത്ത പരീക്ഷ അറബിയാണ്. അറബിയുടെ ലൈവ് ഇന്ന് രാത്രി 7:30 മണിക്ക് കൃത്യമുണ്ടാവും. ജലദോഷം പിടിച്ചിട്ടുണ്ടായി പോവാ. അപ്പോൾ അതിന് വരിക, സെറ്റാക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും. ബേഞ്ച് മക്കളാ മക്കളെ. അനാമിക, അതേപോലെ തന്നെ ബഗദ്, ഫാത്തിമ, ജോയ്. അപ്പോൾ ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ? ബഗദിൻ്റെ നോക്കൂ, 2046. ഇനി അടുത്തതോ ഫാത്തിമൻ്റെ ഒരു 4 അവിടെ എഴുതി കൊടുക്കാണ്ട്, 1240 അല്ലേ? ഇനി അടുത്തത് ജോയിൻ്റെത് 3206. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്തൊരു സിമ്പിളാണ് കേട്ടോ. ജലദോഷം പിടിച്ചിട്ട് മൂക്കൊക്കെ അടിഞ്ഞു പോലെ എന്താ ചെയ്യുക? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ടേബിൾ. അത് ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തത് അല്ലേ, ആരാണ് ജയിച്ചതാണ്? ജോയി ആണ് അല്ലേ? ഹൂ വൺ കാർഡ് ഗെയിം. അടുത്തത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ബഗറ്റ് ഇൻ ദ കാർഡ് ഗെയിം? അതേതാ? തേർഡാണ് അല്ലേ? ബഗതിൻ്റെ പൊസിഷൻ തേർഡാണ് അല്ലേടാ? തേർഡാണ്. യെസ്, ഓക്കെ. അടുത്തത് നമ്പർ ഫ്ലവേഴ്സ് ആണ്. നമ്പർ ബട്ടർഫ്ലൈ ക്യാൻ സക്ക് honey from the flowers having the place value of the number in its body. Color the flowers from which the butterfly can suck honey. ഓക്കെ, കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ? കളർ ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3000 കളർ ചെയ്ത് കൊടുക്കുന്നു, 6 അതേപോലെ തന്നെ 700 കളർ ചെയ്ത് കൊടുക്കുന്നു, 410 കളർ ചെയ്ത് കൊടുക്കുന്നു, 6 കളർ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് മേക്ക് എ 4-digit നമ്പർ യൂസിങ് ദ റിമൈനിങ് ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പർ. അപ്പോൾ റിമൈനിങ് ഫ്ലവേഴ്സ് നമ്മൾ നോക്കുക ഏതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കൂ, 2000 ഉണ്ട്, 400 ഉണ്ട്, 310 ഉണ്ട്, 71 ഉണ്ട് അല്ലേ? 2437 എഴുതി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നേരെ പോവാണ് കംപ്ലീറ്റ് ദ നമ്പർ ഫ്ലവർ. ഓക്കെ, ഈ നമ്പർ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. 2860 എങ്ങനെയൊക്കെയാണ് അല്ലേ? 2860 ഒന്നുകൾ, 28 ഹൺഡ്രഡുകൾ, 6 പത്തുകൾ, അതേപോലെ തന്നെ 2 ആയിരങ്ങൾ, അതേപോലെ തന്നെ 86 പത്തുകൾ, അതേപോലെ തന്നെ 2 ആയിരങ്ങൾ, 8 നൂറുകൾ, 6 പത്തുകൾ അല്ലേ? തൗസൻഡ്സ്, ഹൺഡ്രഡ്സ്, ടെൻസ്. ഓക്കെ, നമ്പർ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്പർ ചാർട്ട് ചെയ്താൽ ഈസിയാണ്. 1700, 800, 900, 2000. ഇനി 3300, 400, 500 അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള നമുക്ക് എഴുതി കൊടുക്കാം 3200. ഇതൊക്കെ സിമ്പിൾ അല്ലടോ, സിമ്പിൾ. ഇനി അടുത്തത് നമ്മളോട് റൈറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ പാറ്റേൺ റൈറ്റ് ആണോ? എല്ലാ പാറ്റേണും നമ്മൾ നോക്കണം. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. 1 അതേപോലെ തന്നെ 2. ഈ 1 അതേപോലെ തന്നെ 3. 1 3 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ അല്ലേ? 1100, അത് കഴിഞ്ഞിട്ട് 700 അല്ലേ? 600 കൂടി വരുന്നതാണ് അല്ലേ? 700ൻ്റെ കൂടെ പിന്നെയും കൂട്ടി 2300, 300ൻ്റെ കൂടെ പിന്നെയും കൂട്ടി അല്ലേ? അത്രേ 600 കൂട്ടിയപ്പോൾ 2900, 900ൻ്റെ കൂടെ പിന്നെ 600 കൂട്ടി 3500. പിന്നെ നമ്മളോട് സ്വന്തമായിട്ടൊരു നമ്പർ ചാർട്ട് പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. അടുത്തത് the time when Anu started to school is marked in the clock. Write the time in the clock. എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 8 മണിയാണ്. അതേപോലെ തന്നെ Anu started from the school 4 PM and reached 45 minutes and 30. അപ്പോൾ അത് 4:45 30 സെക്കൻഡ് വരച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? ചെറിയ സൂചി 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ, അതേപോലെ തന്നെ 9ൻ്റെ അടുത്തേക്ക് വലിയ സൂചി, പിന്നെ മിനിറ്റിൻ്റെ സൂചി 6ൻ്റെ അടുത്തേക്കും വരച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കൂ. As part of environment science class, children set out to visit the biodiversity park at 10:15 a.m. With their teacher. After observation, they reached the class 11:10 a.m. Find out the time taken for that observation. അപ്പോൾ 10:15 മുതൽ 11:10 വരെ എത്ര ഉണ്ട് നോക്കുക, എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ. 55 minutes ആണ്. വളരെ ഈസി. അത് കഴിഞ്ഞിട്ട് നേരെ നോക്കൂ. Anu reached the railway station in the evening to pick up her sister. The clock in the station showed at the 18:30. What will be the time in the clock Anu's home? അപ്പോൾ ഇത് നോക്കി എഴുതുക. 6:30 എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സ് ഇൻ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The given calendar shows the dates on which Saturdays come in September 2024. Write the dates in which Wednesday come on September in the calendar. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. അതൊക്കെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കലണ്ടറിൻ്റെ കണക്കൊക്കെ അല്ലേ? 4, 11, 18, 25. ഇനി how many days are there in between the first Saturday and the fourth Sunday except the first Saturday and the last Sunday ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ എത്രയാണ്? 14 ദിവസം എന്നാണ് ഉത്തരം വരുന്നത്. അത് കഴിഞ്ഞ് which days come 5 times in September? സൺഡേയും മൺഡേയും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്.
വിച്ച് ഡേ ഈസ് 31 ഒക്ടോബർ 2024. അത് തേഴ്സ്ഡേ ആണ് വരുന്നത് അല്ലേ. അത് നമ്മൾ അവിടെ ടിക്കറ്റ് കൊടുത്തു. ഇനി ഓണം ഓഫറാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1000 rupees ഗിഫ്റ്റ് കൂപ്പൺ ഫോർ ദ പർച്ചേസ് ഓഫ് 6000 റുപ്യ. 6000 റുപ്യൻ്റെ സാധനം പർച്ചേസ് ചെയ്താൽ 1000 റുപ്യൻ്റെ ഗിഫ്റ്റ് കൂപ്പൺ കിട്ടും അല്ലേ. റെഡി. അപ്പോൾ നോക്കൂ, ഗിവൺ അബൌ ഈസ് ദ നോട്ടീസ് ഓഫ് എ സ്റ്റോർ സെല്ലിംഗ് ഹോം അപ്ലയൻസ് അല്ലേ ആസ് പാർട്ട് ഓഫ് ദ ഓണം മെഗാ ഡിസ്കൗണ്ട് ഫെയർ. റജീന ബോട്ട് എ മിക്സി ആൻഡ് എയർ കൂളർ ആൻഡ് ഗേവ് 6000 റുപ്പി. How much did the shopkeeper give back to Regina? അപ്പോൾ മിക്സിയും എയർ കൂളിന് എത്ര റുപ്യ നോക്കുക. 3460, 2399, 5859, 6000 റുപ്യ കൊടുത്ത്. 6000 റുപ്യ 5859 കുറച്ചാൽ 151 റുപ്യ. അതാണ് ഉത്തരം വരുന്നത്. ഇനി പോസിബിലിറ്റീസ് ആണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് 3 items റെജീന ക്യാൻ ബൈ. 6000 റുപ്യക്ക് ഏതൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വാട്ട് ഐറ്റംസ് ക്യാൻ ബി ബോട്ട് യൂസിങ് ദ ഗിഫ്റ്റ് കൂപ്പൺ ഇഫ് പർച്ചേസ്ഡ് ഫോർ 6000 റുപ്പി. നമുക്ക് എന്ത് ചെയ്യാം, കെറ്റിലും ഡിന്നർ സെറ്റും എന്ത് ചെയ്യാം, വാങ്ങാൻ പറ്റും. റെഡി. ഇനി അതേപോലെ തന്നെ ഫാത്തിമ ബോട്ടെ കെറ്റിൽ അല്ലേ. വിച്ച് അതർ ഐറ്റം ഷുഡ് ഷീ ബൈ ടു ഗെറ്റ് ഗിഫ്റ്റ് കൂപ്പൺ. ഗിഫ്റ്റ് കൂപ്പൺ വെച്ചിട്ട് പിന്നെ ഒക്കെ എന്താ വാങ്ങാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം മോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1000 റുപ്യൻ്റെ വേറെ എന്താ ഉള്ളത് എന്നുള്ളത് അല്ലേ. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. റെഡി. അപ്പോൾ എന്താണ്, കെറ്റിൽ കൂടിയിട്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റുക. അടുത്തു റെഡി, സെറ്റാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ എക്സാമാണ്. നാളത്തെ അറബി എക്സാം പൊളിക്കണം. വേഗം വന്നോളി, അടിച്ച് പൊളിക്കുക, അടിച്ച് കയറി പാടാം. എല്ലാവരും 7 മണിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലിങ്കുകളൊക്കെ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക. അറബിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആകെ സെറ്റാക്കി EVS പരീക്ഷ ഒക്കെ സെറ്റാക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റ.